നമസ്കാരം. ESI ഇൻഷുറൻസ് പരിരക്ഷയുള്ള തൊഴിലാളിയുടെ മക്കളാണോ നിങ്ങൾ? കുറഞ്ഞ ചിലവിൽ MBBS, BDS, BSc നഴ്സിംഗ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ESIയുടെ വാർഡ് ഓഫ് ഇൻഷുറൻസ് പേഴ്സണൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കൂ. ESI കോട്ടയിലേക്കുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. മെയ് മാസം 28 തീയതി വരെ ഈ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകൾ ഓൺലൈൻ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ESIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.esic.gov.in എന്ന സൈറ്റിൽ നൽകിയിരിക്കുന്ന അഡ്മിഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക. സൈറ്റിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിച്ച് സൈറ്റിലേക്ക് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് നൽകി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. യോഗ്യതാ മാനദണ്ഡം എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടിയുടെ മാതാവോ പിതാവോ ESI പരിരക്ഷയുള്ള വ്യക്തിയായിരിക്കണം. 2025 സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ കുറഞ്ഞത് 3 വർഷത്തെ ഇൻഷുറൻസ് വിഹിതം അടച്ചിട്ടുണ്ടായിരിക്കണം. അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥി 2026 നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കണം. അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായ രേഖ ESIയുടെ കാർഡ്, വിദ്യാർത്ഥിയുടെയും ഇൻഷുറൻസ് പരിരക്ഷയുള്ള വ്യക്തിയുടെയും ഫോട്ടോ, ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SLC സർട്ടിഫിക്കറ്റ്, നീറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ്. അപേക്ഷ നൽകുന്ന പെൺകുട്ടികൾ അവിവാഹിതരും ഇൻഷുർ ചെയ്ത പിതാവിനെയോ മാതാവിനെയോ ആശ്രയിച്ച് ജീവിക്കുന്നവരുമായിരിക്കണം. അപേക്ഷിക്കുന്ന ആൺകുട്ടികളുടെ പ്രായം മാർച്ച് 8-ന് 21 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല. ഇനി പ്രവേശന രീതി എങ്ങനെയെന്ന് നോക്കാം. ആദ്യം സർട്ടിഫിക്കറ്റിന് ഓൺലൈനായി അപേക്ഷിക്കുക. www.esic.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സർട്ടിഫിക്കറ്റിന് ലഭിച്ചതിന് ശേഷം പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ശേഷം മൂന്നാം ഘട്ടത്തിൽ നീറ്റ് ഫലം വന്ന ശേഷം www.mcc.nic.in എന്ന വെബ്സൈറ്റിൽ IP കോട്ട സീറ്റുകളിലേക്കാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളുടെ നീറ്റ് സ്കോർ, നൽകുന്ന ഓപ്ഷനുകൾ, സംവരണ മാനദണ്ഡം എന്നിവ പരിഗണിച്ച് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി അലോട്ട്മെന്റ് നടത്തും. MBBS, ഡെന്റൽ പ്രോഗ്രാമുകൾക്ക് പ്രതിവർഷ ഫീസ് 24,000 രൂപയാണ് വരുന്നത്. ഇപ്പോൾ തന്നെ വാർഡ് ഓഫ് ഇൻഷുർഡ് പേഴ്സൺ സർട്ടിഫിക്കറ്റിന് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുക.